ഹായ് ഹലോ. ഇന്നത്തേത് കണ്ടന്റ് വീഡിയോ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതൊരു പ്രോഗ്രാം വീഡിയോ ആണ് കേട്ടോ ലച്ചുമോളുടെ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലച്ചുമോളുടെ ഒരു പ്രോഗ്രാം വീഡിയോ ഇടാനുണ്ട്. എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ലേറ്റ് ആയി പോയതാണ്. ഇത് കഴിഞ്ഞ വീക്ക് നടന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇത് പ്രോഗ്രാമിൻ്റെ എന്താ പറയുക, ഒഡീഷനാണ് നടക്കുന്നത് കേട്ടോ. പ്ലയാസേൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു, ഫാഷൻ ഷോ ആയിരുന്നു. അപ്പോൾ ആ ഒഡീഷനിൽ ലച്ചുമോൾ പങ്കെടുത്തു. ഒഡീഷൻ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് ഗോകുലമോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പങ്കെടുത്ത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. 500 എബവ് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്നും അവൾ സെലക്റ്റായി. ഏകദേശം എനിക്ക് തോന്നുന്നു 160-170 സ്റ്റുഡൻസ് കിഡ്സാണ് ഇതിലേക്ക് സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിലൊരാളായിട്ട് ലച്ചുമ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു പെർഫോം റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓഡീഷൻ്റെ സമയത്ത് ഒരു പെർഫോം റൗണ്ടും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ടും പിന്നെ ഒരു റാം വാക്കും, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് മൂന്നും അവളെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ സെലക്റ്റായ സമയത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജസ്റ്റ് റിങ്ങൊക്കെ എടുത്തിട്ടാണ് പോയത്. ഒരു പെർഫോം റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പം റിങ് ഇട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ചെറിയൊരു 1 മിനിറ്റ് സാധനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 മിനിറ്റിലേക്കുള്ള ഒരു സോങ് പഠിച്ചു ചെയ്തു. സെലക്ഷൻ കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അതിനുശേഷം അവർ വിളിച്ചു 2 ഡേയ്സ് പ്രോഗ്രാം, അതായത് ഒരു ദിവസം ഗ്രൂമിംഗ് ആണ് വരുന്നത്, പിറ്റേ ദിവസമാണ് ഫാഷൻ ഷോ പ്രോഗ്രാം വരുന്നത്. അപ്പം ഗസ്റ്റായിട്ട് വരുന്നത് ബാമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ബാമയൊക്കെ കാണാനും സാധിക്കും. പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ലച്ചുമോൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓഡീഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈമെത്തി. പ്രോഗ്രാമിൻ്റെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മോർണിംഗിലേ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 10-11 മണിയാകുമ്പോൾ അവിടെ എത്തി. ഇപ്പോൾ സീനിയർ ഗേൾസിൻ്റെ മേക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൾ സീനിയർ ഗേൾസിലാണ് പെട്ടത്. കാരണം ഇവൾക്ക് 8 വയസ്സായി. 8 to 13 വരുന്നത് സീനിയർ ഗേൾസും 1 to 7 വരുന്നത് ജൂനിയർ ഗേൾസുമായിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പം ഇവൾ സീനിയർ ഗേൾസിൽ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൾ സീനിയർ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവൾ ഒന്നാമത്തെ ചോട്ടയാണ്. ഇതാണ് കേട്ടോ അവളുടെ ട്രഡീഷണൽ ഡ്രസ്സ് പറയുന്നത്. ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടതിന് ശേഷം അവൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു, ഇനി ഹെയർ സെറ്റ് ചെയ്യാണ്. ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയുക, പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ അവളിങ്ങനെ എന്താ പറയുക, അവളിങ്ങനെയൊന്നും ഹെയറൊന്നും ഇതുവരെ ഇങ്ങനെയൊന്നും പോയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ലച്ചുവ ഇരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഹെയർ അങ്ങനെ ആക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഇതാണ് ആ ഒരു സ്റ്റേജ് വരുന്നത്. അപ്പോൾ സ്റ്റേജിൽ ജസ്റ്റ് അവർക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊറിയോഗ്രാഫർ ഉണ്ട്, അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവർ ഈ നടക്കേണ്ട കാര്യങ്ങളും നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ലക്ഷ്മിയാണ് ചെസ് നമ്പർ 1 വരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് അവളായതുകൊണ്ടേ മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി തുടക്കം മുതലേ അവർ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ നന്നായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത്. പക്ഷെ പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കും ചെയ്യിപ്പിച്ചു, പിന്നെ എല്ലാവരും കൂടി ഉള്ളതും ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ സൺഡേ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം വരുന്നത്. കഴിഞ്ഞ സൺഡേ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഹർത്താലായിരുന്നു കേട്ടോ. അപ്പം 3 മണിക്ക് ശേഷമേ ഫുഡൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് അവിടെ ഒരു ഹോട്ടൽ ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഫുഡൊക്കെ കുറച്ച് മുന്നേ വാങ്ങി വെച്ച് അവൾ ലിപ്സ്റ്റിക് ഒന്നും പോവാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ വകയായിട്ടുള്ള പ്രാക്ടീസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾ ജസ്റ്റ് താലമൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഏകദേശം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മുല്ല മാത്രം വെക്കാനുണ്ടായിരുന്നു. അപ്പം മുല്ലയും കൂടി വെച്ചിട്ടുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. താലവും പറയാണ് അവൾ പ്രോപ്പർട്ടി ആയിട്ട് പിടിക്കുന്നത്. അങ്ങനെ ചെസ് നമ്പറൊക്കെ കുത്തുകയാണ് കേട്ടോ. ചെസ് നമ്പർ കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ ഏകദേശം റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം ജൂനിയർ ഗേൾസിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് കഴിഞ്ഞ് അടുത്തത് ഇവരാണ് പോകേണ്ടത്. അപ്പം മുല്ലയൊക്കെ വെച്ച് സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ് അവള് എന്താ പറയുക, കുറേ ടൈമായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ.
അടുത്തത് ലിച്ചുമോളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് കണ്ടാലോ. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. കോൺഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എൻ്റെ കോൺഫറൻസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ. എൻ്റെ പേര് സാൻവിയ. ഞാൻ അത്തോളി പറമ്പത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് ശ്രീകൃഷ്ണ സഹായം LP സ്കൂൾ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ചായി എന്നിവരാണ് ഉള്ളത്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ഡാൻസിങ്ങും റീഡിങ്ങുമാണ്. എനിക്ക് പണ്ടേ ഡാൻസ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്നാണ് ആദ്യമായിട്ട് റിങ് കറക്കാൻ പഠിച്ചത്. അവിടെ നിന്ന് മാഷ് വീഡിയോ എടുത്ത് വാങ്ങി ചെയ്തിട്ടാണ് കുറേ വേദികളിലേക്കൊക്കെ പോകാൻ സാധിച്ചത്. പിന്നെ എനിക്ക് വായിക്കാൻ തന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ ചെറിയ പേപ്പറും ബുക്സും ഒക്കെ കിട്ടിയാൽ വായിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാൻ ചെറിയ കഥാ ബുക്സുകളൊക്കെയാണ്. പിന്നെ എനിക്ക് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഒരു വലിയ വേദിയിൽ എത്താൻ സാധിച്ചതിന് ഞാൻ ഈ നിമിഷത്തിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ വേദിയിൽ എനിക്ക് എത്താൻ സാധിച്ചത് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഈ വേദിയിൽ എനിക്ക് എത്താൻ സാധിച്ചതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ അവളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും ഇതാ ബാമച്ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉദ്ഘാടനത്തിന് ശേഷം ബാമച്ചേച്ചി സംസാരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം. വർഷങ്ങളായിട്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നാണ് എനിക്ക് പേഴ്സണലി ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അവർ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ബോളിവുഡ് ആക്ട്രസ് കരീന കപൂർ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്വർണ്ണകൃതി എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിലുള്ളൊരു പീസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഗോൾഡിൻ്റെ ചെയിനാണ് കേട്ടോ. അവർ ജസ്റ്റ് നമ്മുടെ ഈ റാമ്പ് വാക്കിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ, അതായത് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ജൂനിയർ ഗേൾസ് ആണ് കേട്ടോ. അവരത് കഴിഞ്ഞിട്ട് സീനിയർ ഗേൾസ് ലിച്ചുമ്മയ്ക്ക് കിട്ടി, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, സന്തോഷമായി. ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അപ്പം അവൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് പ്രൈസും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിക്ക് ഇത് വലിയൊരു അവസരമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ സീനിയർ ഗേൾസിൽ ഉള്ള മക്കൾ. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ലിച്ചുമോൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അവൾ ഫാഷൻ ഷോയിലൊന്നും കൂടുതൽ പങ്കെടുത്തിട്ടില്ല. ഫാഷൻ ഷോ ഫോട്ടോഷൂട്ടിലാണ് പങ്കെടുത്തത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് അവൾ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും മിനുസ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.